വാട്ട് ഈസ് ലൂപ്പ് ഇൻ പ്രോഗ്രാമിംഗ്? ലൂപ്പ് എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. സോ എന്താണ് ലൂപ്പ്? നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. ഇപ്പം ഞാനൊരു ബിസിനസ് മാൻ ആണെന്ന് വിചാരിക്കാം. എനിക്കൊരു 500 കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ 500 കസ്റ്റമേഴ്സിനും എനിക്ക് നോട്ടിഫിക്കേഷൻസ് അയക്കണം എന്തെങ്കിലും എൻ്റെ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ. അപ്പം ഓരോ കസ്റ്റമറിനും ഞാൻ ഓരോ ആക്കും ഇരുന്ന് അയക്കാൻ നിന്ന് കഴിഞ്ഞാൽ 500 പേർക്ക് ഞാൻ അയക്കാന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ബേർഡൻ. ഫോർ എക്സാമ്പിൾ, ഇനിയിപ്പോൾ എനിക്ക് ഒരു 5000 കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല ഇത്, ഈ 5000 ആൾക്കും അയക്കാന്ന് പറയുന്നത്. അപ്പം ഓരോ ആൾക്കും ഞാൻ ഇൻഡിവിജ്വലി അയക്കുന്നതിന് പകരം ഞാനൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. ആ സിസ്റ്റം വഴി ഞാൻ 500 പേർക്ക് അല്ലെങ്കിൽ 5000 പേർക്കും ഒറ്റയടിക്ക് അയക്കുകയാണ്, റിപ്പീറ്റഡ്ലി. അതായത് ഓരോ ആൾക്കും അയക്കുന്ന ആ ഒരു സിസ്റ്റം ഞാൻ ക്രിയേറ്റ് ചെയ്യണം. പൈത്തൺ പ്രോഗ്രാമിംഗിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ശരിക്കും ലൂപ്പിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഹായ് എന്ന് പറയുന്ന ഒരു വേർഡ് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഞാൻ പ്രിന്റ് ഹായ് കൊടുത്തു. എനിക്ക് 10 തവണ ഹായ് പ്രിന്റ് ചെയ്യണം. ഞാൻ പ്രിന്റ് ഹായ് പ്രിന്റ് ഹായ് പ്രിന്റ് ഹായ് അങ്ങനെ 10 തവണ കൊടുക്കുന്നു. സോ ഇറ്റ്സ് എ ബേർഡൻ, റൈറ്റ്? ഇനി എനിക്ക് 100 തവണ ചെയ്യണമെങ്കിലോ 100 തവണ ഞാൻ ടൈപ്പ് ചെയ്യേണ്ടി വരും. അതിന് 1000 തവണ വരുമ്പോഴോ ഇറ്റ് വിൽ ബി എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്, എന്നെ കൊണ്ട് പറ്റാത്തൊരു ടാസ്ക് ആണ്. അപ്പോൾ അതിന് പകരം ഒരൊറ്റ പ്രാവശ്യം പ്രിന്റ് ഹായ് ഇട്ടിട്ട് അത് ലൂപ്പിലിട്ടിട്ട് റിപ്പീറ്റഡ്ലി 1000 തവണ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ശരിക്കും ലൂപ്പിംഗ് എന്ന് പറയുന്നത്. നമുക്ക് പ്രോഗ്രാമിംഗിൽ 2 ടൈപ്പ് ഓഫ് ലൂപ്സ് ഉണ്ട്. ഫോർ ലൂപ്പും ഉണ്ട്, വൈൽ ലൂപ്പും ഉണ്ട്. നമുക്ക് ഇത് രണ്ടും ബേസ്ഡ് ഓൺ സിറ്റുവേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ സിംപ്ലി ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെ റിപ്പീറ്റഡ്ലി 2 or more ടൈംസ് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ആണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് ഫോർ ലൂപ്പ് അല്ലെങ്കിൽ വൈൽ ലൂപ്പ്, അതായത് ലൂപ്പിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്.